ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ഒരിക്കൽ കൂടെ വിലയേറിയൊരു സാഹചര്യം ദൈവം തന്നതിനായി കർത്താവിന് നന്ദി പറയും. എഫീസ് ലേഖനമാണ് നാം ധ്യാനിച്ച് ദൈവത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. സ്വർഗത്തിലെ വാഴ്ചകളെ പറ്റിയും അധികാരങ്ങളെ കുറിച്ചുമുള്ള സത്യം ദൈവത്തിന്റെ ജ്ഞാനത്തിലും അനാദി നിർണയപ്രകാരം ഉണ്ടായിരുന്നതാണെന്നും അതിപ്പോൾ ദൈവമക്കളായ നമ്മളിലേക്ക് ക്രിസ്തുവിൽ കൂടെ സഭ മുഖാന്തരം വെളിപ്പെട്ടവയാണെന്നും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ദൈവിക അല്ലെങ്കിൽ സ്വർഗീയ ഭരണകൂടങ്ങളെ പറ്റിയുള്ള വിശദീകരണം നാം മനസ്സിലാക്കാനിടയായി. അതൊരു മർമ്മമായിരുന്നു എന്ന് പൗലോസ് പ്രസ്താവിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ധൈര്യത്തോടെ ദൈവസഭയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിച്ചു എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിച്ചു. നാം അത് ഗ്രഹിച്ചു. ആമേൻ. കർത്താവിന്റെ കഷ്ടങ്ങൾ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സഹിക്കുന്ന സുവിശേഷ ഘോഷണ നിമിത്തം താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ കാണുമ്പോൾ എഫെസോസിലെ വിശ്വാസികളോട് പറയുക, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുന്നു എന്ന് കേണ് അപേക്ഷിക്കുന്ന ഒരു അഭിഷക്തനെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് 14 മുതൽ 19 വരെയുള്ള വാക്യമാണ്. ഇത് പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. എഫീസ് ലേഖനത്തിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന ദ സെവൻ ഫോൾഡ് പ്രേയേഴ്സ് ഓഫ് പോൾ നമ്മൾ ധ്യാനിച്ചായിരുന്നു. ഇനിയും നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന രണ്ടാമത്തെ ലോങ് പ്രേയേഴ്സ് ഓഫ് പോൾ ഫോർ ദ സ്പിരിച്വൽ എൻറിച്ച്മെന്റ്, സ്പിരിച്വൽ ബ്ലെസ്സിംഗ് നാം വായിക്കാൻ പോകുകയാണ്. എഫീസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ വേദപുസ്തകം കഴിയുന്നിടത്തോളം നിങ്ങളുടെ കരങ്ങളിൽ വെച്ച് അതിലൂടെ നിങ്ങളുടെ കണ്ണുകൾ പോകുമ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിലും അപ്പുറം വെളിപ്പാടുകൾ ദൈവം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന്റെ ഒരു 100 ടൈംസ് പല ഡയമെൻഷൻസിലുള്ള വെളിപ്പാടുകൾ കർത്താവ് നിങ്ങൾക്ക് തരും. ദയവായി ശ്രദ്ധിച്ചാണ്. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥന നമ്മൾ കേൾക്കുകയാണ്. പൗലോസ് പ്രാർത്ഥിക്കുന്നത് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. And I believe that which are the best prayer, best blessing, ഏറ്റവും അനുഗ്രഹത്തെ തരാൻ വേണ്ടി spiritual blessings, and which are the best blessings, strength from the Spirit of God in the inner man, strength in the soul, strength of faith to serve God. That is our duty. നമ്മള് ദൈവത്തെ സേവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് വ്യക്തമായി അഭിഷക്തൻ പ്രാർത്ഥിക്കുകയാണ്. 14 മുതൽ 19 വരെയുള്ള വാക്യത്തില് വിശുദ്ധ പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാരെ ഓർത്ത് പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അവിടെ ആ വാക്യം ഇങ്ങനെ പറയുമ്പോൾ അതു നിമിത്തമെന്നാ തുടങ്ങുന്നത്. നമ്മൾ വാക്യം വെച്ചാണല്ലോ ധ്യാനിക്കുന്നത് ഓരോ വാക്കുകൾ. അതു നിമിത്തം. ഞാൻ ഈ എഫീസ് ലേഖനം പഠിച്ചപ്പോ ഈ അതു നിമിത്തം എന്നുള്ള വാക്കാണ് ഇതിനകത്തെ ത്രെഡ്. ഒരു സൂചി കൊണ്ട് നമ്മൾ തയ്ക്കുന്നത് പോലെ, ഒരു നൂല് കൊണ്ട് അതിനെ കോർത്തിണക്കുന്നത് പോലെ ഈ അതു നിമിത്തം എന്നുള്ള വാക്ക് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അതു നിമിത്തമാണ്.
അതിന്റെ കാരണം വേറൊന്നുമല്ല, നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഓരോ അധ്യായങ്ങളും വേർതിരിച്ചിരിക്കുന്നത്. ഓരോ വാക്യങ്ങൾ എഴുതിയപ്പോഴൊക്കെ ഇങ്ങനെ പാരഗ്രാഫും സെന്റൻസും കുത്തും കോമയൊക്കെ ഉണ്ടായിട്ടില്ലായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഒരേപോലെയാണ്, ഒന്നൊന്നിനോട് കണക്റ്റഡ് ആക്കിയാ പറഞ്ഞിരിക്കുന്നത്. ഫോർ ദിസ് കോഴ്സ്, അതാണ് ഇതിന്റെ ത്രെഡ്. സോ എന്തിന് അപ്പം അതു നിമിത്തം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ടെക്സ്റ്റിനോട് തിരിച്ചു ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഏതു നിമിത്തം. നമ്മൾ പലതവണ അത് ചോദിച്ചു കഴിഞ്ഞു. വചനത്തോട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതുകൊണ്ട് അതെന്താ അങ്ങനെ വന്നത്, അത് നമുക്ക് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. അപ്പം അതു നിമിത്തമെന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസിന്റെ താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എഫേസ് ലേഖനത്തിന്റെ കാതൽ എന്താണ്? എഫേസ് ലേഖനത്തിന്റെ കാതൽ ജാതികൾക്ക് യഹൂദനോടൊത്തുള്ള പ്രിവിലേജ് കിട്ടി. ജെന്റൈൽ ക്രിസ്ത്യൻസ് ഹാസ് ബീൻ ബ്രോട്ട് നിയർ ടു ഗോഡ്. അവർക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം കിട്ടി. They got a right to be the partakers of the divine promise and covenant. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കകത്ത് അവർ കൂട്ടവകാശികളായി. ഇതെല്ലാം നിമിത്തം ഞാനതാ ഉൾക്കൊള്ളുന്നത്. ഈ ദൈവിക മർമ്മങ്ങളെല്ലാം നിമിത്തം, അല്ലെങ്കിൽ ഈ ദൈവിക സൗഭാഗ്യങ്ങളെല്ലാം നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പൊ സ്വർഗത്തിൽ കുടുംബം ഉണ്ടോ? സ്വർഗത്തിലെ കുടുംബം, ഭൂമിയിലെ കുടുംബം, രണ്ട് ഗ്രൂപ്പാ. രണ്ട് കുടുംബങ്ങളെ പറ്റി പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെട്ട കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കുടുംബം ഈ ഭൂമിയിലുണ്ട്. ഒരു സാർവത്രിക കുടുംബം, ചർച്ച്, സഭ, കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട്, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട്, കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ഒരു കുടുംബം, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. ആ ഒരു കുടുംബം സ്വർഗത്തിലെ കുടുംബം ഏതാ? ആമേൻ. അതാണ് പൗലോസ് ലീഗ പറയുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി. ആനന്ദ കരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി അവർ വിളിക്കുന്നു, പോകാം നമുക്ക്. ആ പാട്ടുകാരനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം അത് കണ്ടു. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഇവരെല്ലാം, ഈ കുടുംബങ്ങളുടെ എല്ലാം പേര് വരാൻ കാരണമായവൻ, ഈ ഭൂമിയിലുള്ള ദൈവത്തിന്റെ കുടുംബം. ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മൾ രാവിലെ 9 മണി തൊട്ട് 8 തൊട്ട് 9 വരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി 9:30 തൊട്ട് 11 വരെ പ്രാർത്ഥിക്കുന്നു. എന്റെ സ്വന്തം സഹോദരനോട് ഞാൻ സംസാരിച്ചിട്ട് 2 ദിവസമായി. ഹീ ഈസ് ബിസി ആൻഡ് ഐ ആം ഓൾസോ ബിസി. പക്ഷേ നിരന്തരമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നു, നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഒരു വേള ആത്മാവിൽ പറഞ്ഞാൽ ഒരു വീട്ടിൽ ജനിച്ച സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇല്ലാത്തൊരു സ്നേഹം, ലോകക്കാർക്ക് മനസ്സിലാകാത്തൊരു സ്നേഹം നമ്മുടെ അകത്ത് പാകിയ പരിശുദ്ധാത്മാവിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞാലും നമ്മൾ വിശ്വാസികൾ തമ്മിൽ ചട്ടിയും കലമൊക്കെ മുട്ടിയും തട്ടിയൊക്കെ ഇരിക്കും. പക്ഷെ ആത്യന്തികമായി നമ്മുടെ കുടുംബങ്ങൾക്കകത്തൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം നമ്മുടെ മുഴുവൻ പ്രശ്നമാണ്. അത് നമ്മൾ ഏറ്റെടുക്കും. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും. നമ്മൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടും. അതാണ് ദൈവസ്നേഹത്തിന്റെ ആർദ്രത, ദൈവസ്നേഹത്തിന്റെ ഒത്തൊരുമ. അതിന് പിശാചിന് തകർക്കാൻ പറ്റില്ല. അത് ഈ ലോകത്തിനൊന്നും തകർക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചേ, നമ്മൾ ഒരു കുടുംബമാ. യെസ്, വി ആർ വൺ ഫാമിലി ഇൻ ക്രൈസ്റ്റ്. അത് വെളുത്തവനായിക്കൊള്ളട്ടെ, അത് കറുത്തവനായിക്കൊള്ളട്ടെ, പഠിച്ചവനായിക്കൊള്ളട്ടെ, പഠിപ്പില്ലാത്തവനായിക്കൊള്ളട്ടെ, പണക്കാരനായിക്കൊള്ളട്ടെ, പാവപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് തുറകളിലുള്ളവനുമായിക്കൊള്ളട്ടെ, വി ആർ വൺ ഫാമിലി ഇൻ ക്രൈസ്റ്റ്. അപ്പൊ പൗലോസ് പറയാ, ആരുടെ മുന്നിലാ മുട്ടുകുത്തുന്നറിയാമോ? പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. റീസൺ,
ഈ കുടുംബങ്ങൾക്കെല്ലാം പേര് വരാൻ കാരണഭൂതനായ പിതാവ്. സോ പിതാവായ ദൈവത്തിന് കൊടുക്കുന്ന അഡ്രസ് കണ്ടോ? സകലത്തിന്റെയും കാരണഭൂതൻ. ഈ പ്രാർത്ഥനയുടെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ചാൽ പിതാവിനെ അഡ്രസ് ചെയ്താ തുടങ്ങുന്നത്. അതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥമായ ശൈലി. പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്ന് പുത്രനായ യേശുവിന്റെ നാമത്തിൽ, പുത്രനായ യേശുവിൽ to God through Jesus Christ, to God through Jesus Christ. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്ട്രക്ചർ. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും അവൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്നു. നമ്മള് ഒരു ഓഫീസിൽ ചെന്നിട്ട് പിയൂണിനോടല്ല ആദ്യം സംസാരിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച് ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ ചെല്ലുക, അവിടുത്തെ പിയൂണിനോട് പറഞ്ഞാൽ നമ്മുടെ കാര്യം ഒരിക്കലും സാധിക്കരുത്. ഐ ചലഞ്ച് യു. കാരണം അവൻ ഭയങ്കര, അവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയ വൈസ് ചാൻസലറിനെക്കാട്ടിലും ഡിമാൻഡ് ആയിരിക്കും ഈ പിയൂൺ. ഞാൻ ഒരു സ്ഥാനത്തേക്ക് ഞാൻ കുറച്ച് കാണിക്കുകയല്ല. വെൻ യു അപ്രോച്ച് ദ throne, ഞാൻ പറഞ്ഞ മീഡിയേറ്റേഴ്സിന്റെ ആവശ്യമില്ല. ബിക്കോസ് യു ഹാവ് ദ ആക്സസ്. അല്ലെ, നമുക്ക് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നിട്ട് മുഖ്യമന്ത്രിയുടെ പിയെ കണ്ടിട്ട് വല്ല കാര്യമുള്ളൂ. വി ഹാവ് ടു സീ ഹിം. അദ്ദേഹത്തെ കാണണം. നമ്മുടെ കയ്യിലുള്ള പാസ് ഇരിപ്പുണ്ട്, നമ്മുടെ കയ്യിലുള്ള റൈറ്റ് ഉണ്ട്. വി ഹാവ് ദ റൈറ്റ് ആൻഡ് ആക്സസ് ടു മീറ്റ് ദ ഗാഡ്. ദൈവത്തിന്റെ ത്രോണിനോട് അടുത്ത് ചെല്ലാൻ, ദൈവത്തിന്റെ സിംഹാസനത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് അധികാരവും അവകാശവും ഉള്ളപ്പം പിന്നെ നമ്മൾ എന്തിനാ മറ്റുള്ളവരെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നേ? ത്രൂ ജീസസ്. ദാറ്റ് ഈസ് അവർ കാർഡ്, ദാറ്റ് ഈസ് അവർ പാസ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ID കാർഡിൽ എഴുതിയിരിക്കുന്നത് കെയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവ് മുഖാന്തരം അകത്തേക്ക് പ്രവേശനമുണ്ട്. ഒരു ദൂതന്മാരും തടയത്തില്ല, ഒരു വാഴ്ചകൾക്കും തടയാൻ പറ്റത്തില്ല. ആ കാർഡ് കാണിച്ചാൽ മതി. യേശുവിന്റെ രക്തത്താൽ I got access to the throne, പിതാവായ ദൈവത്തിലേക്ക്. സോ ഒന്നുകൂടെ പറഞ്ഞാൽ പ്രയറിന്റെ സ്ട്രക്ചർ പറയാം. To the God Father, to Father God, പിതാവായ ദൈവത്തിലേക്ക് ആക്സസ് കിട്ടി ത്രൂ ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിലൂടെ. പിന്നെ ഈ അപ്പനോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചോദിക്കണം അറിയാത്തോണ്ട് നമ്മളെ സഹായിക്കാനും കൂടെ ഒരാളിനെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈ സ്വീറ്റ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ തന്നു. സോ നമ്മളിതൊന്നും വല്ലതും അറിയണോ? കയറി ചെല്ലുക അപ്പന്റെ സന്നിധിയിലൊക്കെ ധൈര്യമായിട്ട് ചെന്നിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ വന്നേക്കുക. പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടില്ലയോ? നമ്മൾ ചോദിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ രസകരമായ ഒരു സംഭവം ഞാൻ വായിച്ചു. ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രയർ വാരിയേഴ്സിന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. പ്രയർ വാരിയേഴ്സ് എന്നുള്ളതിന് പകരം പ്രയർ വറിയേഴ്സ് എന്നൊക്കെ ആയിപ്പോയി. ഒരക്ഷരം തെറ്റിപ്പോയി. ഒരക്ഷരം തെറ്റിയപ്പോഴത്തേന് വലിയ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടായി. പ്രയർ വാരിയേഴ്സ് എന്നുള്ളതിന് പ്രയർ വറിയേഴ്സ് എന്നായിപ്പോയി. പ്രയർ വറിയേഴ്സ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാ, ദൈവസന്നിധിയിൽ ചെല്ലും നമ്മൾ വറി പറയാൻ വേണ്ടി മാത്രമാ, നമ്മുടെ ദുഃഖങ്ങൾ മാത്രം, നമ്മുടെ സങ്കടങ്ങൾ മാത്രം പറയാനുള്ള സ്ഥലമാണ്. എന്നെ ദൈവത്തിന്റെ ആത്മാവ് കറക്റ്റ് ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പറയാം. ദൈവത്തിന്റെ സന്നിധി നമ്മൾ കയറി ചെല്ലുന്നത് നമ്മുടെ ദുഃഖം പങ്കുവെക്കാൻ മാത്രമായിരിക്കരുത്. സന്തോഷത്തിന്റെ സമയം നമ്മൾ എവിടെ പോന്നു? ചില ആൾക്കാരുണ്ട്, അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വരെ അവർ പ്രാർത്ഥന. They need prayer. After getting things, they don't want prayer. They are not at all interested. അവർക്കതിന്റെ ആവശ്യമില്ലെന്ന്. പിന്നെ കാര്യങ്ങളൊക്കെ നടന്നോളും എന്നുള്ള ഉറപ്പ് കിട്ടി കഴിയുമ്പോൾ ആദ്യം വിളിച്ച ആ ഒരു ആത്മാർത്ഥത ആ പ്രാർത്ഥനയ്ക്കകത്തില്ല. ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു ഈ ലോകപ്രകാരം ഒരു ബന്ധം നിലനിന്ന് പോകണമെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ, ഭാര്യ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വരുന്നത് ഈ വറീസ് പറയാനാണെങ്കിൽ, അയ്യോ അത് തീർന്നു പോയി, ഇത് തീർന്നു പോയി, അപ്പം ഒരു സ്നേഹവും കിട്ടുന്നില്ല. സോ വി ആർ നോട്ട് ഗെറ്റിംഗ് ദ ഗുഡ് ടൈംസ്. ഓൾവേസ് കംപ്ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് എത്ര നാൾ നിലനിൽക്കും? ഇത് എന്നോട് ദൈവത്തിന്റെ അതാ പറഞ്ഞ കാര്യമായിട്ട്. So God needs us always. എപ്പോഴും നമ്മളെ വേണം. സ്പിരിച്വൽ റിലേഷൻഷിപ്പിനകത്തുള്ള ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി ഇതൊരു ദൂതായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ. ഇന്ന് രാത്രി ദൈവത്തിന് എന്നെ എപ്പോഴും വേണം, ആ ചിന്ത വേണം. സന്തോഷത്തിന്റെ സമയത്ത് നമ്മളെ കിട്ടത്തില്ല.
പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ വണ്ടി പഞ്ചറാവോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേ ദൈവസന്നിധി വരുത്തുള്ളൂ. അങ്ങനെ ആകരുത് ദൈവമക്കളെ. സന്തോഷം വരുമ്പോൾ ഓടി പ്രേയർ റൂമിൽ കയറണം. മക്കൾക്ക് പുതിയ വഴികൾ തുറക്കുമ്പോൾ, പുതിയ പുതിയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ, നമ്മൾ ആ ഭാരത്തോടെ ദൈവത്തിൽ ഓടി വരുന്നത് പോലെ. ഹന്നെ നോക്കിക്കേ, അത് കിട്ടിയതും കൊണ്ട് കിട്ടിയ വഴി പോയില്ല. ആമേൻ. ഓടി ദൈവത്തിൽ വന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ദൈവത്തിൽ ആഹ്ലാദിക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് ദ റിയൽ വർഷിപ്പ്. സങ്കടം മാത്രം അങ്ങ് ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ദൈവത്തിൽ. ഞാനൊരു പോസിറ്റീവ് പ്രസംഗിക്കുന്ന പാസ്റ്റർ. അതുകൊണ്ട് ഈ സങ്കടം പറയുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തിക്കൊള്ളു. ഇതൊന്നും അറിയാതെ അല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് ഹി ഈസ് യുവർ ഫ്രണ്ട്. ദൈവം, പിതാവായ ദൈവം നമ്മുടെ സ്നേഹിതനാണ്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം. നമുക്കെല്ലാം തുറന്നു പറയാം. നമ്മളതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ആരെയും ദൈവസന്നിധിയിലേക്ക് വിടാതെ നമ്മൾ തടഞ്ഞു നിർത്തരുത്. ദൈവത്തെ വലിയ ഭീമാകാരനായിട്ട് കാണിച്ച് രാത്രി കാണുമ്പോൾ ബോധം കെട്ട് വീഴുന്ന രൂപമാക്കി കാണിക്കുന്ന ഒരു ഇന്ത്യൻ കൾച്ചർ നമ്മുടെ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊടുക്കരുത്. ബി സിമ്പിൾ. മൈ ഗോഡ് ഈസ് സോ സിമ്പിൾ ദാൻ എ സെന്റർ പാസ്റ്റർ. അതാ എനിക്ക് പറഞ്ഞത്, ദാൻ എ ചീഫ് പാസ്റ്റർ, ദാൻ യുവർ ലോക്കൽ പാസ്റ്റർ. നിങ്ങളുടെ പാസ്റ്റർ അടുത്ത് പോയി പറയുന്നതിനെക്കാട്ടും സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് കർത്താപ്പച്ചന്റെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കാം. തലക്കിട്ടൊന്നും അടിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളെ വേറൊരു രീതിയിൽ കാണത്തില്ല. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത്, അയ്യോ ഞങ്ങളുടെ പാസ്റ്ററോട് ഒരു കാര്യം പോലും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. പാസ്റ്റർ അറിഞ്ഞാൽ പാസ്റ്റർ ഭാര്യ അറിയും, പാസ്റ്റർ ഭാര്യ അറിഞ്ഞാൽ ലോകക്കാർ മുഴുവൻ അറിയും. ലോകക്കാർ മുഴുവൻ അറിയണമെങ്കിൽ പാസ്റ്ററോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പാസ്റ്റേഴ്സിനോട് പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, കുഞ്ഞുങ്ങള്, they are not open to the pastors. Why? Reason ഞങ്ങൾ തന്നെയാണ്. കാരണം ഞങ്ങൾ പിന്നെ അവരെ ആ കണ്ണുകൊണ്ടാണോ കാണുന്നതെന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ കിടക്കും. പിന്നെ അവരെ മാറ്റി നിർത്തുമോ എന്നുള്ള ചിന്ത. അതുകൊണ്ട് അവരെന്നാ ചെയ്യുന്നറിയാമോ? അവര് നമ്മളെക്കെട്ടും നല്ലതായിട്ട് നാടാൻ കളിക്കും. അവര് വന്ന് നല്ല ആത്മീയരായിട്ട് അഭിനയിക്കും. രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ, നാം ഒരുമിച്ച് ദൈവത്തിൽ ചെല്ലുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് കയറി ചെല്ലണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒന്നും ദൈവത്തിലേക്ക് വേണ്ടെന്നേ. ദൈവത്തിന് നമ്മളെയാണ് ആവശ്യം. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ അറകളും എല്ലാ മുറികളും ആ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്താട്ടെ. I'm going deeper. Come on, I'm coming back. പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഞാൻ ഈ മുട്ടുകുത്തുന്നു എന്നുള്ള പദം ധ്യാനിച്ചപ്പോ എനിക്ക് അതുകൊണ്ട് വേണമെങ്കിൽ 2-3 ദിവസം പറയാനുള്ള സംഭവമുണ്ട്. മുട്ടുകുത്തുന്നു, I kneel down. അപ്പോ ഒരു വികാര വിക്ഷോഭത്തിന്റെ പിന്നിലോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ചേതോ വികാരത്തിന്റെ പിന്നിലാണെങ്കിൽ മുട്ടുകുത്തുന്നുള്ള വാക്കവിടെ വരുത്തില്ല. കാരണം പർപ്പസ്ഫുള്ളി അല്ലാതെ മുട്ടുകുത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചില ജാതിക്കാർ കാണിക്കുന്ന ഷോ ഓഫിന് വേണ്ടി അവിടെ നീ മുട്ടുകുത്തണം. അങ്ങനെയല്ല. പൗലോസ് അങ്ങനെ ഷോ ഓഫ് കാണിക്കുന്ന ആളല്ല. വിശുദ്ധ പൗലോസിലേക്ക് പറയാ, ഞാൻ മുട്ടുകുത്തുന്നു, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സോ ദിസ് പ്രയർ ഈസ് എ പ്രീ പ്ലാൻ. ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് തന്നെ ഓർത്ത് അതിനുവേണ്ടി സമയം മെനക്കെടുത്തി വേർതിരിച്ച സമയമാണ് പൗലോസ്. നിങ്ങൾക്ക് അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. മുട്ടുകുത്തി എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇറ്റ് ഈസ് എ പർപ്പസ്ഫുള്ളി അറേഞ്ച്ഡ് പ്രയർ. അങ്ങനെ ഒരു സമയം ഉണ്ടാക്കിയെടുക്കണം ഒരു ദിവസത്തിൽ. അതൊന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റിയാൽ 11 മണി, രാവിലെ 11 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കണം. അപ്പം ഡ്യൂട്ടിക്ക് പോകുന്നവർക്കാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാവിലെ 10 മണി തൊട്ട് സപ്പോസ് 4 മണി വരെയാണ് ഡ്യൂട്ടി എങ്കിൽ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞ് ഇത്ര മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കണം. അപ്പൊ അത് റൂട്ടീനായിട്ട് പോകുമ്പോൾ 11 മണിയാകുമ്പോൾ ഹൃദയത്തിനകത്തൊരു തീ വരും. അയ്യോ ദൈവസന്നിധിയിൽ ഇരുന്നില്ലല്ലോ. ഞാൻ 2011 ശുശ്രൂഷയ്ക്കായിട്ട് ഖത്തറിൽ പോയി. ഞാൻ തിരിച്ചു വരുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പേ ഭയങ്കര തലവേദനയും ഭയങ്കര ശരീരവേദനയായി. എന്നെ കൊണ്ടുപോയ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ കയ്യില് 2-3 കൊമളകൾ പോലെ എന്തോ വന്നിട്ടുണ്ട്. പാസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, പാസ്റ്ററെ കോൾ അടിച്ചു, പാസ്റ്റർക്ക് ചിക്കൻ ബോക്സ് ആണ്. ഞാൻ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അതിവേദന, മരണപ്രാണം. എൻ്റെ തല മുഴുവൻ ഇത് പൊങ്ങി, ചെവി രണ്ടും കാണാൻ പറ്റാത്തതുപോലെ, പല്ലിനകത്ത് മൂക്കിനകത്ത് എനിക്ക് നിൽക്കാൻ പറ്റാത്ത പോലെ യോബിന്റെ പരിതസ്ഥിതിയിലേക്ക് പോയി. സാധാരണഗതിയിൽ
അവൻ 7 ദിവസം കൊണ്ടോ എങ്ങാണ്ട് ഇത് കരിയേണ്ടതാ. 7 ദിവസത്തെ വിസ എക്സ്റ്റെൻഡ് ചെയ്തു. 7 ദിവസം കൊണ്ട് ഇത് കരിയുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, കരഞ്ഞാൽ പോലും വേദന എടുക്കുകയാണ്. അവൻ ആ പാസ്റ്റർ വീട്ടില് ഞാൻ ചെന്ന സമയത്ത് 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. അവന്റെ ദേഹത്ത് എവിടെയോ ഒരു ചുമന്ന പാട് വന്നപ്പോ പാസ്റ്ററിന്റെ റൂമിൽ വന്ന് പറഞ്ഞു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്ററെ, അവന്റെ കണ്ണിന്റെ അവിടെ ഒരു ചുമല പാട് വന്നു. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എനിക്ക് ആ റൂമിൽ, എൻ്റെ റൂമിൽ നിന്ന് പാസ്റ്റർ കണ്ണാടിയെല്ലാം ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മൊബൈലിന്റെ ക്യാമറയിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നല്ല ഭീകരമായ രൂപം നോക്കുമായിരുന്നു. അപ്പം ഞാൻ ആ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരഞ്ഞപ്പാ, എന്നെ ഈ പട്ടണത്തിലേക്ക്, ഈ രാജ്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാ. ലജ്ജിതനായി പോകുവാൻ അനുവദിക്കരുത്. ഞാൻ മുഖാന്തരം ഈ വീട്ടിലെ ഒരു മനുഷ്യർക്കും ഈ രോഗം വരാൻ പാടില്ല. Thank you Jesus. Thank you Holy Spirit. Hallelujah. See, ഞാൻ കിടന്ന റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂം, നമ്മുടെ UK നിന്ന് ഒരു ലിനി സിസ്റ്റർ ജോയിന്റ് സിസ്റ്ററുടെ, നമ്മുടെ മേമിയാനടുത്തുള്ള ലിനി സിസ്റ്ററിന്റെ ഒരു കസിൻ, ഒരു പാസ്റ്റർ ഉണ്ട് അവിടെ. എന്നെ കൊണ്ടുപോയ പാസ്റ്ററിന്റെ ബ്രദറിലോ, അദ്ദേഹം ഒരു വാട്ടർ അതോറിറ്റിയിലെ ജോലിക്കാരനും കൂടെ, അവിടുത്തെ ഗവൺമെന്റ് ജോലിക്കാരൻ. അദ്ദേഹം അവിടുത്തെ സമയം രാത്രി 1 മണി കഴിഞ്ഞു, 2 മണിയോട് അടുക്കുന്ന സമയത്ത് അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം 3 മണി തൊട്ട് 4 മണി വരെ ഒരു പ്രാർത്ഥനയുണ്ട്. അതായിരുന്നു എൻ്റെ ആങ്കർ, അതായിരുന്നു എൻ്റെ ബലം. ഐ കൻ ഹിയർ ദം പ്രേയിങ്. അവർ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ഒരു ഞായറാഴ്ച ദിവസം വെളുപ്പിന് ഇവർ രണ്ടുപേരുടെ, ഭാര്യയും ഭർത്താവും കൂടെ ആത്മമണ്ഡലത്തിലേക്ക് കയറുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റും. അന്യഭാഷയിൽ അവർ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് വെളുപ്പിനെ സമയത്ത് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കത് കേൾക്കാൻ പറ്റി. അവർ മുട്ടുമടക്കി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കിടക്കയിൽ ആ കമ്പിളി പതച്ച് ഡിസംബർ മാസം 28-ാം തീയതിയോ 30-ാം തീയതിയോ, ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് ഡേറ്റ്. പക്ഷെ ആ കർത്താവിന്റെ അഭിഷക്തനോ അഭിഷക്തയും കൂടെ ആ റൂമിൽ ഇരുന്നുകൊണ്ട് ആ രോഗശക്തിയെ ശാസിച്ചു. ദൈവമക്കളെ, ഇമ്മീഡിയറ്റ്ലി ഓൺ ദാറ്റ് സ്പോട്ട്, സെക്കൻഡുകൾക്കകം എന്റെ ശരീരവേദന, നിങ്ങൾക്കറിയാലോ ചിക്കൻ ബോക്സ് വന്നുള്ള വേദന എങ്ങനെ ആയിരിക്കും. എന്റെ ശരീരത്തെ വേദനകൾ മാറി. എന്റെ ശരീരത്തുണ്ടായിരുന്ന എല്ലാ കുമിളകളും അത് കരിയാൻ തുടങ്ങി. വിത്തിൻ അവേഴ്സ് മൈ ബോഡി ബിക്കെയിം നോർമൽ. സി, പ്രാർത്ഥനയുടെ ശക്തിയാ ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു ഭിത്തിക്കപ്പുറമല്ല, മൈലുകൾക്കപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ആമേൻ. സോ വാട്ട് ഈസ് പ്രയർ? സെവറൽ ടൈംസ് ഐ ടോൾഡ്. എത്രയോ തവണ ഞാൻ പറഞ്ഞു പ്രാർത്ഥന എന്താണെന്ന്. ബില്ലി ഗ്രഹാം തോന്നി ഇങ്ങനെ പറഞ്ഞത്. ആമേൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിന്റെ വലത് കരം ദൈവത്തിന്റെ ശക്തമായ കരങ്ങളിൽ കയറി പിടിച്ചിട്ട് ഇടത് കരം കൊണ്ട് ലോകത്തെ തൊടുന്നതാണ് പ്രാർത്ഥന. യെസ്, ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യൂട്യൂബിൽ ആയിക്കൊള്ളട്ടെ, ഭവനങ്ങൾക്കകത്തായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, ഹോൾഡ് ടു ദ ഹാൻഡ്സ് ഓഫ് യുവർ ഫാദർ ഓൾമൈറ്റി ഗോഡ്. സകലത്തിന്റെയും കാരണഭൂതനായ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ പൗലോസ് മുട്ടുമടക്കിയതുപോലെ മുട്ടുമടക്കി അപ്പന്റെ കയ്യിൽ പിടിക്ക്. മകനാണോ മാനസാന്തരപ്പെടാനുള്ളത്? ആത്മാവിൽ അവനെ തൊട്. അല്ല, നിങ്ങളുടെ ഭരണാധികാരിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? വൈറ്റ് ഹൗസിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണാധികാരിയെ തൊടാൻ പറ്റും. ടച്ച് യുവർ പ്രോബ്ലംസ്, ടച്ച് ദ എർത്ത്. ഇൻ ദ ബഹുസി കിരിയലബ ലാംബ്രെ ബഹൗഷ്ബകേനി അംദല പ്രൗഷസിയാന. God wants you to be a prayer warrior, not the prayer warrior. Hallelujah. Thank you Jesus. ദൈവമക്കളെ, ഈ പ്രയർ ലൈനിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിന്റെ പ്ലാൻ ഞാൻ വിളിച്ചു പറയാം. ഏകദേശം 30 കുടുംബങ്ങൾ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ God wants some prayer warriors in this generation. ഇടതടവില്ലാതെ ദൈവത്തോട് സംസാരിക്കുന്ന, ഇടതടവില്ലാതെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന, ആമേൻ, ദൈവത്തിന്റെ ഹൃദയം ചുമക്കുന്ന, ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ പങ്കുവെക്കുന്ന അബ്രഹാമിനെ പോലെ ചില കൂട്ടുകാരെ ദൈവത്തിന് വേണം. Are you ready? Are you ready? God wants to, amen, pour out his heart.
ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ചെന്നിരുന്നോണ്ട് അപ്പ എനിക്കത് താപ്പ, എനിക്കിത് താപ്പ, എനിക്കിത് വേണം. അവൻ നോ പ്രോബ്ലം അറ്റ് ഓൾ. സ്വർഗം എല്ലാം തരും. എന്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചതൊന്നും എന്റെ കർത്താവ് തരാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. Even the faith city also is the answer of my prayer. You know that. ഞാനിപ്പോ ശുശ്രൂഷിക്കുന്ന ദൈവസഭ പോലും അങ്ങനെയുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയുടെ മറുപടിയാ. അപ്പോ ഞാൻ അതിനെ മൈൻഡ് ചെയ്യാറില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ കിട്ടാതിരിക്കുമോ അല്ല വിഷയം. എനിക്കെന്റെ അപ്പനാ വിഷയം. ഇന്ന് രാത്രി വിളിച്ചു പറ, ഡാഡി വി ലവ് യു ജീസസ്, we love you Lord. അപ്പാ, ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്ന കർത്താവേ, അവിടുത്തെ മുന്നിൽ ഞാൻ മുട്ടുകുത്തുന്നു. സ്തോത്രം. അപ്പം ഞാൻ ഈ വചനം പഠിച്ചപ്പോൾ there are different postures for prayer. പ്രാർത്ഥിക്കുന്നതിന് പല പോസ്റ്റേഴ്സ് ഉണ്ട്. ഈ പ്രാർത്ഥനയുടെ മറുപടിയൊന്നും ഇതിനെയൊന്നും ആശ്രയിച്ചൊന്നും അല്ല. പക്ഷേ അതിനും പ്രാധാന്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. അതിന് പ്രാധാന്യമുണ്ട്. നിന്നുകൊണ്ട് നോക്കിക്കേ. ഒന്നാമത്തെ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന ഞാൻ കണ്ടു വചനത്തിനകത്ത്. അത് പുറപ്പാട് പുസ്തകം 33 അധ്യായം 10 വാക്യത്തിൽ. 2 ദിനവൃത്താന്തം 6:12 2 ദിനവൃത്താന്തം 20:8 അടുത്തത് വണങ്ങി നമസ്കരിക്കുക. പ്രൊസ്കീനിയോ എന്നുള്ള വാക്കാണ് വണങ്ങുക. ആമേൻ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 24:48 പുറപ്പാട് പുസ്തകം 34:8 നെഹമ്യാവ് 8:6 എസ്രാ ശാസ്ത്രി വചനം പറഞ്ഞപ്പോ ജനമെല്ലാം താണ് നമസ്കരിച്ചു. അടുത്തത് ഇരുന്നോണ്ട് അതായത് അപ്പോൾ 1 ദിനവൃത്താന്തം 17:16 അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നോണ്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം. അടുത്തത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. 95 സങ്കീർത്തനം 6 വാക്യം നമ്മുടെ ചർച്ചിൽ എപ്പോഴും ഈ അവസാനത്തെ നമ്മുടെ പ്രത്യാശഗാനം പാടി നമ്മൾ പിരിയുമ്പോൾ നമ്മൾ മുട്ടുമടക്കുമ്പോൾ ഞാൻ പറയാറുള്ളൊരു സങ്കീർത്തനമാണ് 95:6. വരുവിൻ നാം മടങ്ങി നമസ്കരിക്കാം. നമ്മളെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ബിബ്ലിക്കലി അല്ല, ഇതൊരു ഡോക്ടറിനൊന്നും ആക്കിയത്. നിങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ ദൈവം എന്നോട് പറഞ്ഞൊരു ഒരു പേഴ്സണൽ കാര്യം നിങ്ങളോട് പറഞ്ഞു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിലുകളും അടച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വാതിലുകളെ തുറക്കുന്ന പ്രാർത്ഥന. നിങ്ങളത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ റിയലി ഇറ്റ് വിൽ ഓപ്പൺ ഡോർസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടും. പുതിയ വഴികൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് യു ടു നീൽ ഡൗൺ ആൻഡ് പ്രേ. പുതിയ ആത്മതലം വെളിപ്പെടും നിങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. സി ശലോമോന് 1 രാജാക്കന്മാർ 8:54 ശലോമോൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ശലോമോൻ യഹോവയുടെ ഈ പ്രാർത്ഥനയെല്ലാം കഴിച്ച് തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിങ്കൽ മുഴങ്കാൽ കുത്തിയിരുന്നു. കൈ ആകാശത്തേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു. 1 രാജാക്കന്മാർ 8:54. ഹല്ലേലൂയ. അടുത്തത് എനിക്കിഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് പുതിയ നിയമത്തിനകത്ത്. സ്തേഫാനോസ് എന്ന പേര്, സ്റ്റീഫൻ. I love that character. ഒത്തിരി ഒന്നും പ്രസംഗിച്ചില്ല. ഒറ്റ പ്രസംഗത്തിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഭക്തൻ. പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. മാൻ തന്റെ നേരെ കല്ലുകൾ പതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കല്ലേറ് കൊള്ളുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് തലയാണ്. നമ്മൾ കുനിഞ്ഞിരിക്കും, അല്ലെങ്കിൽ താഴെ കിടക്കും. ഒരാൾ വെടിവെക്കാൻ വരുമ്പോൾ ആരും മുട്ടുമേ ഇരുന്ന് കൊടുക്കത്തില്ല, താഴെ കിടക്കും. പക്ഷെ ഈ അഭിഷക്തൻ ചെയ്ത് കാണണോ? അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തി 7:60 അപ്പോസ്തല പ്രവൃത്തി 7:60 അവനോ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ
എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ആമേൻ. കാൽവറി ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞ വചനത്തെ ഏറ്റുപറയുക. കർത്താവെ, ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ പോലെ എറിഞ്ഞവന്റെ പാപത്തെ പോലും കഴുകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ മുട്ടുകുത്തി. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ എറിയുന്നവനോട് പറയും, നിന്നെയും കാണിച്ചു തരാവിടാ, ഞാൻ എന്റെ കയ്യിൽ നിന്നെ കിട്ടുമെന്ന് പറയാറുണ്ട്. എന്നാൽ ഈ അഭിഷക്തൻ മുട്ടുകുത്തി മേലോട്ട് നോക്കിയപ്പോൾ ഒരു വെളിപ്പാട് ഞാൻ പറയട്ടെ, സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. ഇതാ ഞാൻ പറഞ്ഞത്, അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ തുറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. If you kneel down and pray, the heaven will be open to you. നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു സ്വർഗമുണ്ട്. നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ സ്വർഗം അവിടെ എഴുന്നേറ്റ് നിൽക്കും. ദൈവത്തിന് മനസ്സിലാകും നിങ്ങൾ അർജൻസിയിലാണ്. You need something urgently. You are purposefully praying. You are spending time before me. Hallelujah. Praise the Lord. Praise the Lord. See, നിങ്ങളുടെ വീട്ടിനകത്ത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഒരു പാ നിങ്ങൾ കരുതി വെച്ചാൽ, ആമേൻ, നിങ്ങൾക്ക് പാ കാണുമ്പോൾ മുട്ടുമടക്കാൻ തോന്നും. ഹൂസ്റ്റണിൽ ഞാനൊരു പ്രാവശ്യം ഫേസ്ബുക്കിൽ പറഞ്ഞതാ. ഹൂസ്റ്റണിൽ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ആ സിസ്റ്റർ ഒരു കാര്യം ചെയ്തു. നല്ല ഒരു പരവതാനി പോലത്തെ ഒരു നല്ല ആമേൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു മാറ്റ് എന്റെ കട്ടിലിന്റെ സൈഡിൽ കൊണ്ടിട്ടു. അത് കാണുമ്പോ താങ്ക് യു ജീസസ്, ആമേൻ, സ്തോത്രം. അത് കാണുമ്പോ എന്റെ ഉള്ളിനകത്തൊരു ഇടിയ, അയ്യോ പ്രാർത്ഥിച്ചില്ലല്ലോ, ഞാൻ അവിടെ മുട്ടുമടക്കും. അതേപോലെ തന്നെ വിജി, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വിജിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കൊച്ചുമുറിയുണ്ട്. ആ വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ ഒരു മുറി. അങ്ങനത്തെ വീടുകളെ ദൈവം മാനിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പേഴ്സണൽ സ്ഥലം നിങ്ങൾ കണ്ടെത്തുക. അവിടെ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുക. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ ദാനിയേലിന്റെ മുമ്പിൽ സിംഹങ്ങൾ മുട്ടുമടക്കി. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ, കണ്ണടച്ചിട്ട് ആ സിംഹക്കൂട്ടിനകത്തോട്ടൊന്ന് വന്നേ. നിങ്ങൾ ഇതുവരെ വചനത്തിൽ വായിച്ചിട്ടല്ല ഉള്ളൂ. We can together go to the lion's den. അതിനകത്തോട്ട് ദാനിയേൽ വീണ് കിടക്കുന്നു. ദാനിയേല് വീണ് കിടക്കുമ്പോ ദാനിയേലിന്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, നായ, പട്ടി, ആമേൻ, പോലീസുകാരെ സല്യൂട്ട് ചെയ്ത് കണ്ടു. രണ്ട് കാലുകൾ മുന്നോട്ട് നിവർത്തി വെച്ചിട്ട് അതിന്റെ മുഖം ഇങ്ങനെ ആമേൻ താഴെ കമർത്തി സല്യൂട്ട് ചെയ്യുന്നു. ആത്മാവിൽ കണ്ടേ, ആമേൻ, ഹല്ലേലൂയ. പണ്ട് ചെയ്തു വന്നതുപോലെ രേഖ എഴുതിയപ്പോൾ കർത്താവ് ദാനിയേലിന് ഒരു സ്പെയർ വീൽ അല്ലായിരുന്നു. കർത്താവ് ദാനിയേലിന് ഒരു കിങ് ആയിരുന്നു. ആ കിങ്ങിനെക്കാട്ടിലും അവൻ സേവിക്കുന്ന രാജാവിനെക്കാട്ടിലും വലിയ രാജാവായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ദൈവത്തെ പറ്റി എത്ര കാഴ്ചപ്പാടുണ്ടെന്ന്. ദൈവം നിങ്ങളെ ആരാണെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധമാണെന്ന്. ആശ്വരജനകസി. ചിലർക്ക് കർത്താവ് ഒരു ബാങ്കറാണ്, ചിലർക്ക് ഡോക്ടറാണ്, ചിലർക്ക് സെക്യൂരിറ്റിയാണ്. ഇതെല്ലാം കർത്താവാണ് കേട്ടോ. പക്ഷെ അതിനപ്പുറമായി സ്വർഗമന്റെ അപ്പനാണെന്ന് പറയുന്ന ആ ബന്ധത്തിലേക്ക് വരുവാൻ കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ധന്യമായി കേട്ടോ. അതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. ഹല്ലേലൂയ. ഓ റബ ശംദൻ പ്രൗഡിയ. ലിയോണിന് അവന്റെ അപ്പൻ പാസ്റ്റർ ആയിരിക്കും. അവനെ വിശ്വാസികളെല്ലാം സ്നേഹിക്കുന്ന ഒരു നല്ല പാസ്റ്ററിന്റെ മോനായിരിക്കും. അവൻ അതൊന്നും വിഷയമല്ല. വൈകിട്ടത്തെ പ്രയർ ലൈനൊന്നും അവന് വിഷയമല്ല. ഫോർ ഹിം ഐ ആം ഹിസ് ഡാഡി. ഞാൻ പ്രസംഗകനാണെന്നോ പ്രവാചകനാണെന്നോ അപ്പോസ്തലനാണെന്നോ എന്റെ ഓഫീസുകളല്ല അവൻ അതിനകത്തൊന്നും ഇൻട്രസ്റ്റേ ഇല്ല. അവന്റെ ഇൻട്രസ്റ്റ്, he loves me because I am his father. ഇന്ന് രാത്രി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാനായി തയ്യാറാകുമോ? ബ്രേക്ക് ദ പ്രയർലെസ്നെസ്. ആ പ്രാർത്ഥനയുടെ രാഹിത്യത്തെ മുറിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ആരെങ്കിലും നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ആത്മാവിൽ മുട്ടുമേലിരിക്കുക. ആർക്കും നിങ്ങളുടെ വഴികളെ തടയാൻ പറ്റത്തില്ല. ആർക്കും നിങ്ങളുടെ വിസയെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും നിങ്ങളുടെ
നിങ്ങളുടെ ശുശ്രൂഷയെ ബന്ധിക്കാൻ പറ്റില്ല. ആർക്കും നിങ്ങളെ ഒതുക്കിക്കളയാൻ പറ്റത്തില്ല. ബാരിക്കേഡ് വെച്ച് ഒതുക്കുന്നത് പോലെ സഭയുടെ ശുശ്രൂഷയുടെ ആമേൻ ഹാലി വളർച്ചയെ തടയാൻ പറ്റില്ല. ജനത്തിന്റെ ഒഴുക്കുകളെ തടയാൻ പറ്റില്ല. ആമേൻ ഇന്നു രാത്രി തലമുറകളെ ബന്ധിച്ചൊതുക്കുന്ന അന്ധകാര മേഖലകളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടു നിൽക്കാതെ മുട്ടുമേ നിൽക്കുന്ന ആത്മാവിൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ദാനിയേലിനു വേണ്ടി ദൈവത്തിന്റെ ദൂതനിറങ്ങി അദൃശ്യ മണ്ഡലങ്ങളിൽ യുദ്ധം ചെയ്തതുപോലെ ദൈവത്തിന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തന്റെ ആമേൻ സേനയെ അയക്കും. ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. ദൈവം തന്റെ ഫൈറ്റേഴ്സിനെ അയക്കും. ദൈവം തന്റെ യുദ്ധസന്നാഹമായ സേനയെ അയക്കും. Hallelujah. 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 Glorify your name, Jesus. Lift up your name, O God. Thank you, Jesus. Hallelujah. ശ്രദ്ധിക്കണേ, മുട്ടുകുത്തി സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരോടെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് തന്നെ പറയാ, മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പന്റെ മുന്നിൽ. അമ്മ നിങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തോ ഒരു സ്പെഷ്യാലിറ്റി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനകത്തുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കിടന്നുകൊണ്ട് യെഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി. ഹല്ലേലൂയ. യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. 2 ദിനവൃത്താന്തം 20:18. സോ ഇന്നു രാത്രി ആമേൻ മുട്ടുകുത്തിയാട്ടെ, ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തിയാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവരെ ലോകക്കാരുടെ മുന്നിൽ മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവസന്നിധിയിൽ കരം നീട്ടുന്നവരെ അയ്യോ എനിക്കൊരു 1000 രൂപ കടം തായോ എന്ന് പറഞ്ഞ് ആരുടെയും മുമ്പിൽ കൈനീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. This is my experience. I taste and see that the Lord is good. ഈ ചെറുപ്പത്തിൽ, ഈ യൗവനകാലത്തിൽ എനിക്ക് ആമേൻ പ്രസംഗിക്കുവാനുള്ള ആവേശം ഇതാണ്. എന്നെ പ്രസംഗിപ്പിക്കുന്ന ഫ്യൂവൽ ഇതാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് വാക്കുമാറാത്തവനാണ്. തൻ്റെ മുഖം അന്വേഷിക്കുന്ന ആരെയും എൻ്റെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇതിനകത്തൊരു സാക്ഷ്യം പറയാനായിട്ട് ആമേൻ ദൈവകൃപയിൽ ശരണപ്പെടുക. എൻ്റെ പിതാവിൻ്റെ വല്യപ്പച്ചനെയൊക്കെ കൃപയിലേക്ക് നടത്തിയത് മുട്ടഗേവർഗീസ് എന്ന് പറഞ്ഞ അപ്പച്ചനാ. ഇന്നലത്തെ പ്രയർ ലൈനിന് ശേഷം ആ അപ്പച്ചൻ്റെ കൊച്ചുമോൻ സാം ചെന്നിത്തല എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ചു. ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്നലെ മുട്ടാപ്പച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പോലും. അവൻ ആ പാസ്റ്റർ വല്യപ്പച്ചനെ, ആ വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചിയുടെ പേരെന്താ? ഞാൻ ചോദിച്ചു, പാസ്റ്റർ വാട്ട് ഈസ് ദ റീസൺ, എന്താ കാരണം? എന്നോട് അഭിഷക്തൻ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ അപ്പച്ചൻ ആ പാട്ട് എഴുതുമ്പോൾ ആമേൻ മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, അവൻ തളരാതെ യാത്ര തുടരുക. ഇത് പറയുമ്പോൾ ഞാനൊരു പൊങ്ങച്ചം പറയുന്നതായിട്ട് നിങ്ങൾ കണക്കാക്കരുത് കേട്ടോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ താഴെ നിന്നുകൊണ്ട് ഞാൻ പറയാ, ഹംബിളി. ആ കർത്താവിൻ്റെ അഭിഷക്തൻ പറഞ്ഞു, അപ്പച്ചൻ്റെ സാക്ഷ്യത്തിനകത്ത് കായംകുളത്ത് നിന്ന് ഒരു സഹോദരി അന്ന് അരിയും ഇത്ര നാണയത്തൊട്ടുകളും കൊടുത്ത് അച്ചായ എന്ന് വെളിയിൽ നിന്ന് വിളിച്ച് കൊണ്ടുകൊടുത്തൊരു സഹോദരിയുടെ പേര് പറയുന്നുണ്ട്. അത് പാസ്റ്ററുടെ വല്യമ്മച്ചിയാന്ന് എനിക്ക് മനസ്സിലായി. അമ്മച്ചിയുടെ പേരെന്തുവാ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷിക്കുന്ന കസേരയിലിരുന്ന് ആരും കാണാതെ ഞാൻ കരഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു, കർത്താവേ, അന്ന് അഭിഷക്തന്മാർക്ക് ആമേൻ ഒരു പേപ്പർ തുണ്ടിനകത്ത് അരി കൊണ്ട് കൊടുത്ത ഒരമ്മച്ചിയുടെ കൊച്ചുമോനാണെങ്കിൽ ഞാൻ പട്ടിണി കിടക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പച്ചൻ ആ അരി മേടിച്ചിട്ടാ ആ വരി എഴുതിയെന്ന് എന്നോട് പറഞ്ഞപ്പോ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം,
തളരാതെ യാത്ര തുടരുക. ഹല്ലേലൂയ. കായംകുളത്തിരുന്ന് എൻ്റെ അമ്മച്ചിയെ തട്ടിയുണർത്തി നാഴൂരി അരി കൊണ്ട് കൊടുപ്പിച്ച ആ ദൈവത്തിന്റെ ശക്തി ഈ തലമുറയിൽ എനിക്ക് വേണ്ടി വെളിപ്പെടാതിരിക്കുവോ? അഭിഷക്തന്മാരെ ചെറ്റക്കുടിൽ കയറ്റിക്കിടത്തിയ ആ ദൈവസ്നേഹം എൻ്റെ ദൈവം മറക്കുമോ? ഞാൻ പാസ്റ്റർ സാം ചെന്നിത്തലോട് പറഞ്ഞു, താങ്ക് യു പാസ്റ്റർ ഫോർ റിമൈൻഡിങ് മീ. നിങ്ങൾ എന്നെ വിളിച്ചതിൽ സന്തോഷം. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മളെ രണ്ടുപേരെയും ഈ തലമുറയിൽ ദൈവത്തിന് ബന്ധിപ്പിച്ചതിന് വലിയൊരു അർത്ഥവും ദൈവത്തിന്റെ പ്ലാനുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തലമുറകൾക്കിപ്പുറം ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ദൈവത്തിനൊരു നീതിയുണ്ട്. ദൈവത്തിനൊരു നീതിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ അതിലേക്ക് വരിക. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന എല്ലാ സന്തോഷത്തിന്റെയും സൗഭാഗ്യങ്ങളുടെയും പിന്നിൽ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരുണ്ട്. അവർ മുട്ടുമടക്കി പ്രാർത്ഥിച്ചതിന്റെ മറുപടിയാണ്. വളരെ കണ്ണുനീരിന്റെ സന്താനങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. The son of many tears cannot be lost. മുട്ടുമടക്കി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ ദൂത് പറയുക. രാജ്യങ്ങളുടെ വാതിലുകളെ ഭരണാധികാരികൾക്ക് അവർക്ക് മുമ്പിൽ അടയ്ക്കാൻ പറ്റില്ല. രാജ്യങ്ങളുടെ വാതിലുകളെ ഭരണാധികാരികൾക്ക് അവരുടെ മുമ്പിൽ അടയ്ക്കാൻ പറ്റത്തില്ല. അവർക്ക് ജോലി കൊടുക്കാതെ ഒരു ഭരണാധികാരിക്കും ഒരു HR-നും വാതിൽ കൊട്ടി അടയ്ക്കാൻ പറ്റില്ല. കാരണം നീ മുട്ടിന്മേൽ നിൽക്കുന്നിടത്തോളം നിന്റെ തലമുറകളെ തേടി ദൈവത്തിന്റെ കരമിറങ്ങി വരും. അവർക്ക് വേണ്ടി കരങ്ങളെ ദൈവം ആമേൻ തട്ടിമാറ്റും. അവർക്ക് വിരോധമായി നിൽക്കുന്ന കരങ്ങളെ സ്വർഗത്തിന്റെ കരം തട്ടിമാറ്റും. ഹല്ലേലൂയ. ജീസസ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എല്ലാ സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തും. ഇന്ന് രാത്രി ഈ ഒരു വ്യാഖ്യാനം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കെല്ലാം ഈ പേര് കിട്ടിയത് ആ ദൈവത്തിന്റെ കൃപയാണ്. ഏത് കുടുംബമാണെങ്കിലും നമ്മളെല്ലാം ഒരേ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. പല കൾച്ചറിൽ പലയിടത്ത് പല വീടുകളിൽ ജനിച്ച നമ്മളെ സ്വർഗം ഒരേ ഭവനക്കാരാക്കി മാറ്റി. സോ ബ്രദർഹുഡാണ് ഈ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് പിക്ചറൈസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ആ അപ്പന്റെ മക്കളാണെന്നുള്ള ഒരു വെളിപ്പാടാണ് പൗലോസ് ഇവിടെ പ്ലാന്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മക്കളെ, ഞാൻ മുന്നോട്ട് പോകുക. രാത്രി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ വചനത്തിന്റെ മുന്നിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് എവിടെങ്കിലും മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ദീർഘസമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഒരു കൃപ തന്നെയാണ്. അതിനൊരു കൃപ വേണം, അതിനൊരു ഗ്രേസ് വേണം. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമുക്കൊരു കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. പിശാച് നമ്മളെ ഇരുത്തത്തില്ല. പിശാചിനെ നമ്മൾ 4 മണിക്കൂർ സിനിമ കണ്ടാലും പിശാചിന് ഒരു വിരോധമില്ല. പക്ഷെ പ്രാർത്ഥനാ മുറിയിൽ കയറുന്ന നിന്നെ പിശാചിന് പേടിയാ. കാരണം അവൻ അറിയാം നീ കയറുന്ന പോലെ ഇറങ്ങപ്പോത്തില്ലെന്ന്. നീ പ്രാർത്ഥനാ മുറിയിൽ കയറിയാൽ നീ തീ കഷ്ണമാവുമെന്ന് പിശാചിനറിയാം. നിന്റെ അകത്തേക്ക് ദർശനങ്ങൾ പകരപ്പെടുമെന്ന്, സ്വർഗീയ സ്ട്രാറ്റജികൾ പകരപ്പെടുമെന്ന് പിശാചിന് അറിയാം കേട്ടോ. അതുകൊണ്ട് ആ പിശാച് പ്രാർത്ഥനാ മുറിയിലേക്ക് ഒരു ഭക്തൻ കയറുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നത്. വേറെ ഒന്നും പിശാചിന് പേടിയില്ലല്ലോ. പിശാചിന് പേടിയുള്ളത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എവിടെയുണ്ടോ അവിടെ ദൈവിക അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സഭയിൽ എഴുന്നേറ്റ് നിന്നാൽ അറിയാം. 12 പേരിൽ തുടങ്ങി 12 ലക്ഷത്തിലധികം വിശ്വാസികളുണ്ടായ പോൾ യോഗിച്ചോടെ ചർച്ചില് ഒരു മിഷണറി കയറി നിന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ചോ, what I bring from America, I forget the message I brought from US, but what the Spirit gave me, I started to speak. പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ഞാൻ പറയാൻ തുടങ്ങുക. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പ്രസംഗം ഞാൻ മറന്നു. ഫെയ്സിറ്റിയോട് ആത്മാവിൽ ദൂത് പറയട്ടെ. ഇതിനകത്ത് വന്ന ദൈവമക്കളോടെല്ലാം ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെയൊക്കെ ഭവനങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ അറിയാൻ പറ്റും. അറിയാമോ, നിങ്ങളുടെ വീട്ടിൽ വിസിറ്റിംഗ് വന്നിട്ട് അഭിഷേകമുള്ളൊരു ദൈവാസന പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്തുനിന്ന് എത്രയോ പ്രാർത്ഥന പൊങ്ങുന്നുണ്ടെന്ന് ആ വീട്ടിൽ കാലുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, ആ വീടിന്റെ മേളിൽ ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ടാവും. അത് ആത്മാവുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. പരിശുദ്ധാത്മാവുള്ളവർക്ക് മനസ്സിലാകും. ആ വീടിന്റെ മേളിൽ വലിയൊരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു വലിയ വാതായനം, ഒരു ഹെവൻലി പോർട്ടൽ തുറന്നു കിടപ്പുണ്ട്. ജിഗനഘടകസി അൽക്കമനഘടകശിയാന. ഇന്ന് രാത്രി മുട്ടുകുത്തിയിട്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ആ പോർട്ടൽ തുറന്നിട്ടേക്കണം. ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഹെവൻലി പോർട്ടൽ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ആ പോർട്ടൽ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് ഉണ്ടെങ്കിൽ ആമേൻ, ലോകക്കാർക്ക് നിന്നും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു രോഗത്തിനും നിങ്ങളെ ചലിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന അഭിഷക്തൻ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു ജീസസ്. വിശുദ്ധന്മാർ എന്തുകൊണ്ടാ പൗലോസിന് ഇത്രയും വലിയ വെളിപ്പാടുകൾ കിട്ടിയെന്ന് മനസ്സിലായോ? അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒന്നും മറച്ചു വെക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അതൊരു പൗലോസിന്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ടെർമിനോളജിയാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊക്കണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. മഹത്വത്തിന്റെ ധനം, ഫേവറൈറ്റ് വേർഡ്, ഫേവറൈറ്റ് ടെർമിനോളജി ഓഫ് പോൾ. പൗലോസിന്റെ ഏറ്റവും മനോഹരമായ ഒരു ദൈവത്തിന്റെ മുഴുവൻ സമ്പാദ്യങ്ങൾ അതാണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം. മഹത്വത്തിന്റെ ധനം, the riches of God's glory, ദൈവത്തിന്റെ കാമോദം. See, that means presence of God എന്നുള്ളതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം. മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ. ഈ ഒരു വാക്യത്തിനകത്തും പൗലോസ് ട്രിനിറ്റിയെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തുടങ്ങുമ്പോൾ പിതാവായ ദൈവത്തെ പറ്റിയാ പറഞ്ഞു വരുന്നത്. ആമേൻ. രണ്ടാമത് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയ. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ നിങ്ങളുടെ അകത്തളത്തിൽ ആത്മാവിന്റെ ക്രിയ നടക്കണം. പരിശുദ്ധാത്മാവിന്റെ ക്രിയ നടക്കണം. നിങ്ങളുടെ ആത്മാവിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരപ്പെടുമ്പോഴാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ജീവിച്ചെഴുന്നേൽക്കുന്നത്. രക്ഷിക്കപ്പെടാത്ത ആളിന്റെ അകത്തെ മനുഷ്യൻ ഈസ് ഡെഡ്. അവൻ മരിച്ചു കിടക്കുകയാ. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് നമ്മളെ ക്വിക്കൻ ചെയ്തു. നമ്മളെ അകത്തെ മനുഷ്യനെ ജീവിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത്, ദൈവവചനം ഗ്രഹിക്കുന്നത് നമ്മുടെ തലച്ചോറിലേക്കല്ല, നമ്മുടെ അകത്തെ മനുഷ്യനിലേക്കാണ്. ഒരു വലിയ ഫൈറ്റ് ഒരു ആത്മീയന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് അവന്റെ ഔട്ടർ മാന, രണ്ട് അവന്റെ ഇന്നർ മാന. ഇത് തമ്മിൽ ആര് ജയിക്കുമോ, ദാറ്റ് ഡിപ്പെൻഡ്സ് യുവർ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. പലപ്പോഴും ആമേൻ വളരെ ദയാനകമായി നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ പുറത്തെ മനുഷ്യൻ നമ്മുടെ അകത്തെ മനുഷ്യനെ കൊല്ലാറുണ്ട്. ആമേൻ. ബ്രെയിൻ ടു ഹാർട്ട്. ആമേൻ. നമ്മുടെ ബ്രെയിൻ പലപ്പോഴും നമ്മുടെ അകത്തെ മനുഷ്യനെ കൊല്ലാറുണ്ട്. ലോജിക്ക് പലപ്പോഴും അകത്തെ മനുഷ്യനെ കൊല്ലാറുണ്ട്. മറ്റുള്ളവർ തരുന്ന ചില ഇൻഫോർമേഷൻസ് നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ പൂട്ടിയിടാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങൾ പറയണം, എൻ്റെ അകത്തെ മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടണം. ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞിന്റെ മസിലുകൾ ഉറക്കുന്നത് പോലെ അവൻ പിച്ച വെച്ച് നടന്നിട്ട് പിന്നത്തേതിൽ അവന് ആമേൻ സ്തോത്രം നടക്കാൻ തുടങ്ങുന്നത് പോലെ, അവന്റെ പേശികൾക്ക് ബലം വരുന്നത് പോലെ. വിശ്വാസത്തിൽ വന്ന ബേബിയാണോ നിങ്ങൾ? ഇപ്പോഴും കസേരയിൽ പിടിച്ചെഴുന്നേറ്റിരിക്കുമ്പോ പട്ടോ 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 എന്ന് താഴെ വീഴുന്ന കൊച്ചു കുഞ്ഞിനെ പോലെയാണോ? ഇന്ന് രാത്രി പറ, എനിക്ക് ആത്മാവിൽ പുരുഷത്വം പ്രാപിക്കണം, എനിക്ക് മെച്യൂരിറ്റി വേണം, എനിക്ക് ക്രിസ്തു എന്ന തലയോളം വളരണം. എൻ്റെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി ആത്മാവിൽ ബലപ്പെടണം. ആമേൻ. അതാണ് പൗലോസിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന. തന്റെ പ്രാർത്ഥനയുടെ കാതൽ അതാണ്. തന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വിഷയം അതാണ്. വിശുദ്ധന്മാരുടെ അകത്തൊരു മനുഷ്യനിരിപ്പുണ്ട്. അതൊരു ഭയങ്കര റെവലേഷൻ അല്ലേ? ആമേൻ. അകത്തളത്തിലിരിക്കുന്ന ആമേൻ സ്തോത്രം മനുഷ്യൻ, അകത്തെ മനുഷ്യൻ. ടച്ച് യുവർ ഇന്നർ മാൻ. നിങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ആമേൻ. നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അകത്തെ മനുഷ്യനിൽ ഒരു സന്തോഷം, ആമേൻ, ഒരു അനുഭവം അനുഭവിക്കാൻ പറ്റും. നിങ്ങളൊരു അഭിഷക്തൻ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യനാണ് അതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ഥലം നോക്കില്ല, നിങ്ങൾ സാഹചര്യം നോക്കില്ല. മേ ബി ഇറ്റ്സ് ആൻ ഓപ്പൺ എയർ മീറ്റിംഗ്,
ആമേൻ. നിങ്ങൾ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കും. കാരണം നിങ്ങൾ ആ പരിസരം മറക്കുന്നത് ബോധമില്ലാതാവുന്നല്ല ഞാൻ പറഞ്ഞു. നമ്മൾ ആ പരിസരം മറക്കുക, നമ്മുടെ ഇന്നർ മാൻ ആക്ടിവേറ്റ് ആയി. സോ ഇന്ന് രാത്രി ആ ഇന്നർ മാൻ ഒന്ന് ആക്ടിവേറ്റ് ആകട്ടെ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ആമേൻ. ഒരു വിശ്വാസിയെ ഒന്ന് ബോധവാനാക്കണം. അവരൊരകത്തെ മനുഷ്യനുണ്ടെന്നും അതിന് പുറമെയുള്ള മനുഷ്യനേക്കാൾ തേജസ്സും ശക്തിയും അധികം ഉണ്ടാക്കുവാൻ ശ്രമിക്കണം എന്നുമായിരിക്കണമെന്നാണ് ഒന്നാമത്തെ പ്രാർത്ഥനയിൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതേ സ്റ്റേറ്റ്മെന്റ് വേറൊരു രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മൾ ധ്യാനിച്ചതാ കുറച്ച് ദിവസങ്ങൾ. അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പറയുന്നു, അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ആമേൻ. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് മാത്രമേ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ചിന്ത ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഹൃദയദൃഷ്ടി പ്രകാശിച്ച ഒരു മനുഷ്യന് മാത്രമേ തന്റെ അകത്തെ മനുഷ്യനെ പറ്റി ചിന്ത ഉണ്ടാകത്തുള്ളൂ. മദ്യപാനിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മകണ്ണുകളും കുരുട്ട, അവന്റെ ബാഹ്യ കണ്ണുകളും കുരുട്ട. അവന്റെ വീട്ടിൽ എന്തോ കറി വെച്ചെന്നോ, അവന്റെ വീട്ടിൽ മക്കൾക്ക് ഫീസ് കൊടുത്തെന്നോ ഒന്നും അവൻ അറിയേണ്ട കാര്യമില്ല. അവൻ വേറെ ലോകത്ത് ജീവിക്കുന്നവനാ. ഹീസ് ബ്ലൈൻഡ്. അവനൊന്നിനെ പറ്റി ഒരു കൺസേൺ ഇല്ല. ഫ്രീ ലൈഫാണ് എന്ന് പറയുന്ന പോലെയാണ് ആത്മീയ ജീവിതം. അങ്ങനെയല്ല. യു ഹാവ് ടു ബി കൺസേൺഡ് അബൌട്ട് യുവർ ഇന്നർ മാൻ. നമ്മുടെ പുറത്തെ മനുഷ്യനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ കെയറിങ് വേണ്ടുന്ന അവൻ അതിനെക്കാട്ടിലും നാം ശ്രദ്ധാലുക്കളായിരിക്കേണ്ട ഒരു കാര്യമാണ് അകത്തെ മനുഷ്യൻ. നിങ്ങൾക്കറിയായിരിക്കും, അകത്തെ മനുഷ്യനെ പറ്റി ഒന്ന് പറഞ്ഞു വിട്ടപ്പോൾ അവൻ രാജു സാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ കാണും. അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യന് വിശപ്പുള്ളതുപോലെ അകത്തെ മനുഷ്യന് വിശപ്പുണ്ട്. നാച്ചുറലി നമുക്ക് വിശക്കുമ്പോൾ നമ്മുടെ വയറ്റില് വിശപ്പ്, അയ്യോ വിശക്കുന്നു, നീ വല്ലതും കഴിക്കാത്താ എന്ന് ഭാര്യമാരോട് പറയാം. അല്ലെങ്കിൽ അച്ഛാ വല്ലതും കഴിക്കാതിരിപ്പുണ്ടോ നോക്കി നിങ്ങൾ അടുക്കളയിലിട്ട് ചെല്ലും. കാരണം അല്ലെങ്കിൽ കിച്ചണിലോ എവിടെയാന്ന് വെച്ചാൽ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കും, ഇല്ലേ? കാരണം നിങ്ങളുടെ സ്റ്റൊമക്ക് ഈസ് ഡിമാൻഡിങ് ഫോർ ഫുഡ്. പക്ഷെ അകത്തെ മനുഷ്യനൊരു പ്രശ്നമുണ്ട്. അകത്തെ മനുഷ്യൻ, സാറ് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ കാണും, അകത്തെ മനുഷ്യൻ ഒരിക്കലും അവൻ വിശക്കുന്നു എന്ന് ആവശ്യപ്പെടത്തില്ല. നിങ്ങൾ ആ വിശപ്പിനെ ക്രിയേറ്റ് ചെയ്യണം. വിശപ്പുണ്ടാവും. ആത്മീയമായിട്ട് വിശപ്പുള്ളവർ ഭാഗ്യവാന്മാരാ. അവിടെ ഒരു ആമേൻ ഹല്ലേലൂയ. ഇന്നലെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാതിരിക്കത്തില്ല. എല്ലാവരും ഇന്നലെ ഇത്ര നേരം പ്രാർത്ഥിച്ചില്ല, പിന്നെ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്നലത്തെ പ്രാർത്ഥന കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ലെന്നേ. ഇന്നലത്തെ ഫുഡ് കൊണ്ട് എങ്ങനെ ഇന്ന് ജീവിക്കാമേ? മറ്റന്നാൾ ജീവിക്കാൻ പറ്റത്തില്ല. അത് ഡൈജസ്റ്റ് ആയി പോയില്ലേ, നാളെ വിശക്കത്തില്ലേ? അതുപോലെയാണ് അകത്തെ മനുഷ്യൻ. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചത്തെ പ്രാർത്ഥന കൊണ്ട് ആമേൻ ഈ ആഴ്ച പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ ആഴ്ച പുതിയൊരു ശക്തി വേണം. ദൈവമക്കളെ, ഒരു പ്രാർത്ഥിക്കാതെ ഒരു സ്റ്റേജിൽ കയറി ശുശ്രൂഷിച്ചാൽ എത്ര നേരം ശുശ്രൂഷിക്കാൻ പറ്റും? 10 ദിവസം ശുശ്രൂഷിക്കാൻ പറ്റുമായിരിക്കും. 11ാമത്തെ ദിവസം ജനം തിരിച്ചറിയും, ഓ സംതിങ് ഈസ് ലൂസിങ്. എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. Hallelujah. The prayer that recharges you. Amen. Hallelujah. Your inner man. ഇപ്പൊ എങ്ങനെ ഈ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ പറ്റും? ആത്മാവിന് ബലപ്പെടുത്താൻ പറ്റും. അതാ ഈ വാക്യം പറയുന്നത്. ആമേൻ. സ്തോത്രം. ആമേൻ. ആത്മാവിന് ബലപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണമെന്ന് കൂടെ ദൈവദാസന്മാര് നമ്മളോട് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അകത്തെ മനുഷ്യന്റെ നിർജീവത്വത്തെ മാറ്റുന്നതാ ദൈവിക അഭിഷേകത്തിന്റെ കരം, പരിശുദ്ധാത്മാവ്. ആത്മാവിനാൽ, ആമേൻ സ്തോത്രം, ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവമക്കളെ, ആമേൻ സ്തോത്രം, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ലൈവായിരിക്കാൻ വേണ്ടി എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണം, ബൈ ഹിസ് സ്പിരിറ്റ് എന്നോർ ആ വാക്ക് നിങ്ങൾ, ആമേൻ, ഇന്നർ മാനുമായിട്ട് സ്പിരിറ്റിന്, ഹോളി സ്പിരിറ്റിന് ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നിങ്ങൾ മറന്നു പോകരുത്. ബൈ ഹിസ് സ്പിരിറ്റ്, ബൈ ദ സോവറിൻ എനർജി ഓഫ് ദ ഹോളി ഗോസ്റ്റ്. സോ ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സ്പിരിച്വൽ എനർജി. Amen. And single-handedly supply the spiritual strength which is necessary for this work and warfare. നമുക്കുള്ള യുദ്ധത്തിനും നമ്മുടെ ആത്മീയ യുദ്ധത്തിനും ആത്മീയ പ്രവർത്തനത്തിനും വേണ്ടുന്ന കരുത്ത് സപ്ലൈ ചെയ്യുന്നത്, പവർ സപ്ലൈ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്, ആത്മാവാണ്. പരിശുദ്ധാത്മാവില്ലാത്തവന്റെ അകത്ത് ജീവനില്ല.
അകത്തെ മനുഷ്യൻ ഡെഡായി കിടക്കുക. Can you imagine a pregnant lady with a dead child in her womb? That will kill her. That is a danger. That is the danger of this world. അകത്തെ മനുഷ്യൻ ചത്തുകിടക്കുക. അകത്തെ മനുഷ്യൻ ചത്തുകിടക്കുന്നവർക്കാണ് ആത്മീയ കാഴ്ചപ്പാടുകളില്ലാത്തത്. May God grant you and to me that we might be made powerful, strong in His Spirit. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ഒരുമിച്ച് എല്ലാവരും ബലപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എവിടെയാ ബലം പ്രാപിക്കേണ്ടത്? In the inner man. Usually this is our weakest part. മിക്കവാറും തളർന്നു കിടക്കുന്ന അവൻ അകത്തെ മനുഷ്യനായിരിക്കും. കാരണം പുറത്തെ മനുഷ്യൻ എപ്പോഴും ആവശ്യപ്പെടും. I need food, I need this, I need that, I need vitamin tablets, I need medicine, I have headache. ഇതൊക്കെ പറയും. പക്ഷെ അകത്തെ മനുഷ്യനുണ്ടല്ലോ, he is a gentleman. He will not demand you anything, but you have to feed. കൊടുക്കണം. എത്രയും മണിക്കൂറുകൾ നമ്മൾ ദൈവത്തിൽ ഇരിക്കുമോ, ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമോ, അത്രയും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. അകത്തെ മനുഷ്യൻ ബലമുള്ള ഒരാളുടെ ഫെയ്ത്ത് ലെവൽ വളരെ ഹൈ ആയിരിക്കും. അതാ ദിവ്യാജി പറഞ്ഞപ്പോ സ്തോത്രം, സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ ഒക്കെ അകത്തെ മനുഷ്യന്റെ ആ കരുത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലാത്തൊരു മനുഷ്യന്റെ കാലിന് പോയി ഷൂ മേടിക്കാൻ പറഞ്ഞെങ്കിൽ ആ മനുഷ്യന്റെ അകത്തെ മനുഷ്യന്റെ കരുത്ത് എന്തുവാ? ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. Hallelujah. Thank you, Jesus. I'm going to pray for you. This is the first point of Paul's prayer. ഒന്നാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ ക്രിസ്തു വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. അടുത്ത പോയിന്റ്, വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. അടുത്ത പോയിന്റ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകണം. അടുത്ത പോയിന്റ്, ദൈവത്തിന്റെ എല്ലാ നിറമോളം നിറഞ്ഞു വരണം. ഈ എല്ലാ പോയിന്റുകളും നമ്മൾ ധ്യാനിക്കും. എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഞങ്ങൾ ഒരു വാക്കാ ഞങ്ങളെടുത്ത് പഠിക്കുന്നെങ്കിലും ഞങ്ങൾക്ക് ആ സ്പീഡിലല്ല കാര്യം, എന്തൊക്കെ പഠിച്ചെന്നുള്ളതല്ല കാര്യം. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യതിയാനം ഉണ്ടാക്കണം, ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കണം, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. Hallelujah. By His Spirit in the inner man. So the inner man stands for the soul. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെയാണ് പറയുന്നത്. എവ്രി മാൻ, എല്ലാ മനുഷ്യനും ഒരു ശരീരമുണ്ട്, അവനൊരു സോൾ ഉണ്ട്, അവനൊരു സ്പിരിറ്റ് ഉണ്ട്, അവനൊരു ഔട്ടർ മാൻ ഉണ്ട്, അവനൊരു ഇന്നർ മാൻ ഉണ്ട്. അവന്റെ സോളും സ്പിരിറ്റും കൂടെ ചേരുന്ന, ദൈവത്തിന്റെ ആത്മാവും കൂടെ ചേരുന്ന ഇൻവേർഡ് മാൻ, അകത്തെ മനുഷ്യൻ, ദാറ്റ് ഈസ് ഇന്ററാക്ടിങ് വിത്ത് ദ ലോർഡ്, ദൈവവുമായിട്ട് സംസാരിക്കുന്നതാണ്. Hallelujah. And see, നമ്മുടെ രണ്ട് തരത്തിലാണ് ഇതിന്റെ ഫോക്കസ് ഇരിക്കുന്നത്. നമ്മുടെ മണ്ണുകൊണ്ടുള്ള മനുഷ്യന്റെ നോട്ടം മുഴുവൻ മണ്ണിലോട്ടായിരിക്കും, താഴോട്ടായിരിക്കും. പക്ഷെ ഈ അകത്തെ മനുഷ്യന്റെ നോട്ടം മൊത്തം മോളോട്ടായിരിക്കും. Hallelujah. His focus, the inward man's focus എപ്പോഴും സ്പിരിച്വൽ ആൻഡ് ഹെവൻലി ഇൻഫ്ലുവൻസസിലേക്കായിരിക്കും. Hallelujah. അവന് അറിവ്, അവന്റെ സ്നേഹം, സമാധാനം, വിശുദ്ധി, ഇതൊക്കെയാണ് അകത്തെ മനുഷ്യന്റെ ആഹാരം. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ പുറത്തെ മനുഷ്യന് കഴിക്കുന്ന പോലെ അകത്തെ മനുഷ്യൻ കഴിക്കുന്നത് സ്തോത്രം. Come on, in the name of Jesus. Hallelujah. Thank you, Jesus. Amen. Amen. Hallelujah. Amen. നമ്മുടെ അകത്തെ മനുഷ്യൻ ഡിവൈൻ ഫുഡാ കഴിക്കുന്നത്. ഡിവൈൻ ഫുഡ്. നാച്ചുറൽ ബോഡി, നാച്ചുറൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഡിവൈൻ മനുഷ്യൻ, നമ്മുടെ അകത്തളത്തിലെ മനുഷ്യൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഐ നീഡ് ടു ബി മെയ്ഡ് പവർഫുള്ളി സ്ട്രോങ്. ഇന്ന് രാത്രി എൻ്റെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പൊ പുറത്തെ മനുഷ്യന് ബലമില്ലെങ്കിൽ നിങ്ങൾ വെയിലേറ്റ് വീഴുമ്പോൾ തളർന്നു വീഴുന്നത് പോലെ, ക്ഷീണിക്കുമ്പോൾ തളർന്നു പോകുന്ന പോലെ നിങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ദുഷ്ട ഭൂമിയിൽ പൈശാചിക മേഖലകൾ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആരെ വിഴുങ്ങേണ്ടെന്ന് ഓർത്ത് അലറി നടക്കുന്ന ഒരു പൈശാചിക മേഖലയ്ക്ക് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ തിയോളജി കൊണ്ടോ, നമ്മുടെ ഡോക്ടറേറ്റ് കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ പണം കൊണ്ട് പറ്റില്ല. ഇന്ന് രാത്രി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ സ്തോത്രം, അതിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എങ്ങനെ ബലപ്പെടണം? പവർഫുള്ളി സ്ട്രോങ് ആകണം.
പവർഫുള്ളി സ്ട്രോങ് ആകണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ക്രിസ്തു അകത്ത് വസിക്കണമെങ്കിൽ, അടുത്ത പോയിന്റ് അതാ, അത് നാളെ നമുക്ക് ധ്യാനിക്കാം. ക്രിസ്തു അകത്ത് വസിക്കണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യന് കരുത്തു വേണം. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാം പൗലോസിനോട് ചേർന്ന്. കർത്താവേ, ആമേൻ, സകല കുടുംബങ്ങൾക്കും പേര് വരാൻ കാരണമായ ഞങ്ങളുടെ പിതാവിന്റെ മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി ഹല്ലേലൂയ ശക്തിയോടെ ബലപ്പെടാനായിട്ട് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാം ആശീർവദിക്കുമാറാകട്ടെ. ഐ ബിലീവ് ദാറ്റ് ഗോഡ് സ്പോക്ക് ടു യു. ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആരെങ്കിലും രോഗികളാണെങ്കിൽ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരെങ്കിലും കടഭാരം അനുഭവിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബട്ട് യുവർ പ്രൈമറി ഫോക്കസ് ഷുഡ് ബി യുവർ ഫാദർ. അപ്പാടെ കണ്ണുകളിലൊക്കെ ആയിരിക്കണം നോട്ടം. കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ശാന്തമായ നിമിഷത്തിൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അപ്പൊ ഈ വിക്കനായിരുന്ന എന്നെയും ഹീൽ ചെയ്തിട്ട് ദൈവത്തിന്റെ മഹത്വമുള്ള നാമം നാവിലെടുത്ത് അവിടുത്തെ ദൈവമക്കളോട് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്ത ജിജിയാന്റിയെ കുടുംബമായി ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. രാത്രി പ്രാർത്ഥിച്ച ദൈവമക്കളെല്ലാം ഓർക്കുന്നു. ഇതിനകത്ത് പഠിക്കാനായിട്ട്, ദൈവവചനം പഠിക്കാനായി ആത്മാർത്ഥമായിട്ട് കടന്നു വന്ന ദൈവമക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുകുട്ടി ആവാരമുത്തം സകലത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ തലവേദനകളും വിട്ടുമാറട്ടെ, എല്ലാ നിരാശകളും വിട്ടുമാറട്ടെ, എല്ലാ ഭാരങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ ആൻസൈറ്റീസും വിട്ടുമാറട്ടെ, എല്ലാ വറീസും വിട്ടുമാറട്ടെ. അപ്പൊ ഇന്ന് രാത്രി ആമേൻ, ഞങ്ങളുടെ ദൈവമക്കളുടെ വിശുദ്ധന്മാരുടെ എല്ലാം അകത്തെ മനുഷ്യൻ യേശുവിൻ നാമത്തിൽ ബലപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ പകർന്ന് അവിടുത്തെ അകത്തെ മനുഷ്യനധികം ബലപ്പെടുത്തിയട്ടപ്പച്ച. രാത്രിയിലും ഞങ്ങളുടെ അകത്തെ മനുഷ്യന്റെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ, കാതുകൾ തുറന്നിരിക്കട്ടെ. ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ വെളിപ്പാടുകളെ കാണുവാൻ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വം അവിടുത്തെ കർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. Thank you everyone. We bless you in Jesus' name. God bless you.